wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ മോൾക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പീരുമേട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താണ്. കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് ഇടുക്കിയുടെ റോഡിൻ്റെയൊക്കെ സൈഡിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ചേമ്പ് ഒക്കെ കിളുത്ത് കയറി, കാട്ടുചേമ്പൊക്കെയാണ് കിളുത്ത് കയറി നിൽക്കുന്നത്. ഇങ്ങനെ ഭയങ്കര മഴ ആയിക്കഴിഞ്ഞാൽ ഇടുക്കിയുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഭയങ്കര കാടുകളായിരിക്കും കേട്ടോ. വനം പോലെ നിൽക്കും. നടുക്കൂടെയാണ് റോഡ് പോകുന്നത്. ഇരു സൈഡുകൾ നിറച്ച് ഇതുപോലെ ചേമ്പും അതുപോലെ തന്നെ കാടും അങ്ങനെ പടലങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന റോഡുകളൊക്കെ കാണുന്നത്. കാരണം മഴയായി കഴിഞ്ഞാൽ ഭയങ്കര പൊന്തക്കാടുകളായിരിക്കും രണ്ട് സൈഡും. ആളുകളുടെ സ്ഥലങ്ങളൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളത്. അതിന് നടുക്കൂടിയാണ് ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പീരുമേട്ടിൽ നിന്ന് കല്ലാർകോവിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പീരുമേട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. പട്ടുമല എന്ന് പറയും കേട്ടോ. പട്ടുമല മാതാവിൻ്റെ പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കേട്ടിട്ടുണ്ടായിരിക്കും, മിക്കവരും കേട്ടിട്ടുള്ളതായിരിക്കും. പട്ടുമല പള്ളി എന്നൊക്കെ വളരെ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചൊരു പള്ളിയാണ്. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു ശക്തി ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോയിൽ കൂടി കാണട്ടെ എന്നോർത്ത് ഞങ്ങൾ പട്ടുമല പള്ളിയുടെ വാതൊക്കെ ചെന്നപ്പോഴേക്കും ഞങ്ങളവിടെ ഇറങ്ങി നേർച്ചയൊക്കെ ഇട്ടു. എന്നിട്ട് അവിടെ കുറച്ച് എനിക്ക് ചുവനൊന്നും ഷൂട്ട് ചെയ്യാൻ മഴയായിരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മഴയായിരുന്നു കേട്ടോ, തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് പോയത്. ഇത് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ക്യാമ്പിന് പോയിച്ച് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി, ഞാനങ്ങനെ ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ്. ഭയങ്കര മഴയാണ്. മഴയത്ത് ഇങ്ങനെ വെള്ളത്തിനകത്തൂടെയൊക്കെ ചാടിയാണ് പോകുന്നത് കേട്ടോ. റോഡിലൊക്കെ നിറച്ചും വെള്ളമൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ ധൃതിക്ക് തണുപ്പടിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ധൃതിക്ക് പോരുകയായിരുന്നു കേട്ടോ. മത്തായിക്കൊക്കയോ അങ്ങനെ ഉണ്ട ഒരു സ്ഥലമാണിത് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ താഴ്വാശമൊക്കെ ഭയങ്കര കൊക്കയും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളും എല്ലാം ഇങ്ങനെ കടന്ന് അവിടെയൊക്കെ മണ്ണിടിഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും, റോഡിലോട്ടൊക്കെ മണ്ണൊക്കെ വീഴും. പിന്നെ പെട്ടെന്ന് എല്ലാം മാറ്റും. മെയിൻ റോഡായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് മാറ്റി വരും. ഇതിപ്പം പഴയ പാമ്പനാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നേക്കുകയാണ്. പഴയ പാമ്പനാറും പുതിയ പാമ്പനാറും ഉണ്ട്. പഴയ പാമ്പനാർ ഇങ്ങനെ എസ്റ്റേറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. മൊത്തം തേയിലത്തോട്ടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തേയില ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇടുക്കി അല്ലാത്തവരൊക്കെ വരുമ്പം ഇവിടെയൊക്കെ ഒന്ന് നിർത്തി ഇതൊക്കെ കണ്ട് തേയിലയൊക്കെ വാങ്ങി ഒക്കെ പോവുക. നല്ല വില കുറച്ചൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കേട്ട് വാങ്ങി ഒക്കെ എല്ലാവരും പോകണം. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇടുക്കിയിലെ. അപ്പം ഇടുക്കിയിൽ വരുന്നവർ നമുക്ക് ഇങ്ങോട്ട് കുട്ടിക്കാനം ഇങ്ങോട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കുട്ടിക്കാനം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ഭംഗിയായ കാഞ്ഞിരപ്പള്ളി ആ ഭാഗമൊക്കെ മോശമൊന്നുമല്ല, ഇല്ലെന്നല്ല. അങ്ങനെ ഞങ്ങൾ പഴയ പാമ്പനാറൊക്കെ കടന്നു. ഇനി പുതിയ പാമ്പനാറിലേക്ക് വരികയാണ്. പുതിയ പാമ്പനാർ എത്താറായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കരടിക്കുഴിയുണ്ട്, പിന്നെയാണ് പട്ടുമല, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ എത്തുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ അത് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടുമല വരുമ്പോഴേക്ക് ഞാൻ പറയാം. ഇത് പാമ്പനാർ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പാമ്പനാർ പഴയ പാമ്പനാറും ഉണ്ട്, പുതിയ പാമ്പനാറും ഉണ്ട്. പഴയ പാമ്പനാർ കഴിഞ്ഞു, ഏകദേശം പുതിയ പാമ്പനാറിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ പാമ്പനാറും അങ്ങനെ പുതിയ പാമ്പനാറും ഒക്കെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അത് തന്നെ കുറേ ഏറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, പാമ്പനാർ ഭാഗങ്ങളൊക്കെ. അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പട്ടുമല എത്താറാകുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. പട്ടുമല പള്ളിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം പാമ്പനാർ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തം റോഡൊക്കെ വെള്ളമായിട്ട് കിടക്കുകയാണ്.
പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്തത് കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ, ഒരുപാട് നാൾ മുന്നേ, ഒരു മാസത്തോളമായി. ഇപ്പം മഴയൊന്നുമില്ല, ഇപ്പോൾ വെയിലൊക്കെയാണ്. എന്നിരുന്നാലും അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു പോയി. ഈ ഒരു വീഡിയോ ഒരുപാട് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇതിനു മുമ്പും കുറേ ട്രാവലിംഗ് വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ ഉടനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോഴെല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളെല്ലാവരും നമുക്ക് ചാനലിന് തരണമെന്ന് അപേക്ഷിക്കുന്നു.
അപ്പോൾ നമ്മൾ പട്ടുമല പള്ളിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. ഇതാണ് പട്ടുമല പള്ളി, ഫ്രണ്ട് വശമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് മാറി ഒരു പട്ടുമല മാതാവിൻ്റെ ഒരു രൂപമൊക്കെ ആയിട്ട് വെച്ചിട്ട് അവിടെയാണ് കാണിക്കയൊക്കെ വണ്ടി നിർത്തി എല്ലാവരും കാണിക്കയൊക്കെ ഇടുന്നത്. പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എക്സാം എഴുതാൻ പോകുമ്പം ഈ ബസ്സിലിരുന്ന് എല്ലാവരും നാണയത്തുട്ടുകളൊക്കെ ഇങ്ങനെ എറിഞ്ഞിടുക ബസ് കടന്നു പോകുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇച്ചിരി മുതിർന്ന പക്വതയൊക്കെ ആയപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, ഈ നാണയത്തുട്ടുകൾ ഇങ്ങനെ ബസ്സിലിരുന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു നമ്മൾ ആ സിസ്റ്റം ഇങ്ങനെ പണ്ടുള്ളവർ കാണിക്കുന്ന കണ്ട്, മുതിർന്ന ആൾക്കാർ കാണിക്കുന്ന കണ്ട് നമ്മളും ചെയ്തു പോയതാണ്. പക്ഷേ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് അറിവില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ പറയുന്നതാണ്. ഒരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് അവിടെ കയറി ഒരു നാണയത്തൊട്ടിടാനോ ഒരു നേർച്ച ഇടാനോ നമുക്ക് സാധിച്ചില്ലെങ്കിൽ വേണ്ട, അവിടെ ജസ്റ്റ് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പകരം നമ്മൾ നാണയത്തൊട്ടുകളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന വളരെ മോശമായ പരിപാടിയാണ്. കാരണം ദൈവങ്ങളാരും ഭിക്ഷ യാചിക്കാനിരിക്കുന്ന ആളുകളല്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടി ഈ വീഡിയോയിൽ കൂടി ഞാൻ എല്ലാവർക്കും തരുന്നതാണ്. പിന്നെ പട്ടുമലയൊക്കെ കഴിഞ്ഞു, മാതാവിൻ്റെ അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. പട്ടുമലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഭാഗം കരടിക്കുഴി ഒക്കെയാണ്. കരടിക്കുഴി 55-ാം മൈൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. പട്ടുമല എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. എസ്റ്റേറ്റാണ് പട്ടുമല എന്നുള്ള ആ ഭാഗം മൊത്തം എസ്റ്റേറ്റാണ് കേട്ടോ. പട്ടുമല എസ്റ്റേറ്റ് എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കരടിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 55-ാം മൈലിലേക്ക് കിടക്കുകയാണ്. ഇവിടെയൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. നിർത്തിയൊക്കെ കണ്ട് കേട്ട് പോകേണ്ട ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കടന്നു. AVTയുടെ കുറേ ഷോറൂമൊക്കെ ഉണ്ട് അതിനിടയ്ക്ക്, തേയിലകളൊക്കെ വിൽക്കുന്ന അതൊക്കെ കണ്ട് ചെറിയ മാടാക്കടകളും അങ്ങനെയൊക്കെ നിർത്തി കഴിക്കാവുന്ന തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടൂറൊക്കെ വരുന്നവർ ഇവിടെയൊക്കെ നിർത്തിയത് കണ്ട് ലയൻസൊക്കെയാണ്. അതൊന്നും എനിക്ക് നിർത്തി കാണിക്കാനുള്ളൊരു സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ ആയതുകൊണ്ട് മകളെ കൊണ്ടൊക്കെ കൂട്ടത്തിലുണ്ടാകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോരുകയാണ്. ഇതാണ് കരടിക്കുഴി എന്ന് പറയുന്ന സ്ഥലം. അതും തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ്. എല്ലാം ഇങ്ങോട്ട് കടന്നു വരും തോറും തേയിലത്തോട്ടങ്ങളാണ് മെയിനായിട്ട് കാണുന്ന സ്ഥലമൊക്കെ കേട്ടോ. നമ്മൾ വണ്ടിപ്പെരിയാറ് പ്ലാമല ഭാഗം എല്ലാം തേയിലത്തോട്ടങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, വള്ളക്കടവ് ആ ഭാഗമൊക്കെ അങ്ങനെ ഏലത്തോട്ടങ്ങളൊക്കെയാണ്. ഇതെല്ലാം തേയിലത്തോട്ടങ്ങളും അവിടെ തടാകവും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും നിർത്തിയൊന്നും കാണിക്കാനുള്ളൊരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ പോകുന്ന സ്പീഡിൽ വളരെ ഭേദപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തത് കേട്ടോ. എന്തായാലും തേയിലയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന നല്ല ഭംഗിയായ കാഴ്ചയാണ് കേട്ടോ. അതിനിടയ്ക്ക് യൂക്കാലി മരങ്ങളും കാറ്റാടി മരങ്ങളും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി കുരുമുളകും ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങനെ എസ്റ്റേറ്റ് ഏരിയയൊക്കെ കടന്ന് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് 55-ാം മൈൽ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ വരുന്നത് വണ്ടിപ്പെരിയാറാണ് കേട്ടോ.
അപ്പോൾ ഇടുക്കി കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കണ്ടിട്ടില്ലാത്തവർ ഇവിടെയൊക്കെ വന്ന് കാണുക. പീരുമേട് മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള ഭാഗമാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും എന്നെക്കൊണ്ടാവും വിധത്തിലൊക്കെ ഞാനിത് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഇനി അഥവാ കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിലും കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്കിൻ്റെ എണ്ണം നമുക്ക് കൂട്ടുക തന്നെ വേണം, കുറയ്ക്കരുത്. അപ്പോൾ ലൈക്ക് തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും പൈസയൊന്നും തരണ്ട, ലൈക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കാണിച്ചിരിക്കുന്നതാണ് വണ്ടിപ്പെരിയാർ ഹൈസ്കൂൾ. അത് ഇച്ചിരി സ്പീഡിൽ വണ്ടി പോയതുകൊണ്ട് എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ ഒത്തില്ല. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളാണ്. ഈ വഴികളിൽ കൂടിയൊക്കെയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്നൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ വലിയ അത്ഭുതമൊക്കെയാണ് തോന്നുന്നത്. കാരണം ഇത്രയും ദൂരമൊക്കെ നടന്ന് സ്കൂളിലെത്തിയോ ഇന്നത്തെ മക്കളൊക്കെ ഒരു വണ്ടിയിലോ ഒക്കെയാണ് യാത്ര ചെയ്ത് സ്കൂളിലേക്ക് പോകുന്നത്. നടക്കുക എന്നുള്ള കാര്യം തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഒരു ലൈവിൽ ഈ ഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ നടന്ന ഒരു മഞ്ചുമല ഭാഗമൊക്കെയാണ് ഇത് കേട്ടോ. മഞ്ചുമല എന്ന് പറയും. മഞ്ചുമല വില്ലേജ് ഓഫീസും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് അപ്പം വില്ലേജ് ഓഫീസാണ് ഈ കാണുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസിലൊരിക്കൽ വന്നപ്പോഴാണ് ഞാൻ ഇതിലേ നടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഈ വഴിയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് നടന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മരങ്ങൾ, ഇവിടെ 2 മരമുണ്ട്. അണ്ണൻ തമ്പി മരം എന്ന് പറയുന്നത്. അണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനും അനുജനും ഒക്കെ തൂങ്ങി മരിച്ചതാണ് പണ്ട് കാലത്ത് പറയുന്നത്. ആ മരം ഇതുവരെയും വെട്ടിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ 2 മരങ്ങൾ ഈ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അതൊക്കെ ഞാൻ അന്ന് എൻ്റെ ലൈവിൽ കാണിച്ചിരുന്നു. എൻ്റെ ലൈവ് പഴയ ഒരു ലൈവിലാണ് കേട്ടോ. നടന്ന് ഇതിലേ വന്നപ്പോൾ വെറുതെ ലൈവ് ഇട്ടപ്പോൾ ഞാൻ അതിലെ കാണിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോയിൽ 18K വ്യൂ ഉള്ള ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ വണ്ടിപ്പെരിയാറ്റിൽ നടന്ന അപകടത്തെക്കുറിച്ചാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ അപകടം നടന്ന ഒരു വളവ് ഏകദേശം ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ആയിട്ടാണ് ഈ അപകടം നടന്നത്. ഈ ഒരു കറക്റ്റ് സ്പോട്ട് ഇതാണ് അപകടം നടന്ന സ്ഥലം. അത് അവിടെയായിട്ടൊരു പോലീസ് സ്റ്റേഷൻ ഈ വളവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അതിന് അങ്ങേ സൈഡിൽ പോലീസ് സ്റ്റേഷനുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് അപകടം നടന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് ഞാനത് എൻഡ് ചെയ്യുകയാണ്. എനിക്ക് ഇവിടെ ഒരു സപ്ലൈക്കോ ഉണ്ട്. അപ്പോൾ അവിടെ കയറി പച്ചക്കറിയൊക്കെ വാങ്ങണം. അപ്പം വാങ്ങാനായിട്ട് ഞാൻ അവിടെ കൊണ്ട് വീഡിയോ ഒന്ന് എൻഡ് ചെയ്യുക. ബാക്കി ഭാഗങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.